നമസ്കാരം. ഇൻഫർമേഷൻ മീഡിയയുടെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. 2026 കേരള ബജറ്റ് ഇപ്പോൾ മുഖ്യമന്ത്രി വി ഡി സതീശൻ ഇപ്പോൾ നിയമസഭയിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്. സർക്കാർ അധികാരത്തിലെത്തിക്കഴിഞ്ഞാൽ ജനങ്ങൾക്ക് ലഭിക്കുമെന്ന് പറഞ്ഞ ഉമ്മൻചാണ്ടി ആരോഗ്യ ഇൻഷുറൻസ് കാർഡ് ഒരു കുടുംബത്തിന് 25 ലക്ഷം രൂപയുടെ ഈ ഇൻഷുറൻസ് കാർഡ് സർക്കാർ ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇതിന് എങ്ങനെയാണ് അപേക്ഷ സമർപ്പിക്കുക, അതുപോലെ തന്നെ എങ്ങനെയാണ് ഇതിന് കാർഡ് ലഭിക്കുക, എത്ര രൂപയാണ് ഇപ്പോൾ സർക്കാർ ഇതിലേക്ക് നീക്കിവെച്ചത് എന്നതിനെക്കുറിച്ചുമെല്ലാം വളരെ വിശദമായി നോക്കാം. അതിനു മുന്നോടിയായി ഇൻഫർമേഷൻ മീഡിയയുടെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഇപ്പോൾ കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ ഈ ചാനൽ ഒരു തരത്തിലുള്ള മതപരമായ കാര്യങ്ങൾ, രാഷ്ട്രീയപരമായ കാര്യങ്ങളൊന്നും വരുന്നതല്ല. ഗവൺമെൻറ്റിന് ലഭിക്കുന്ന സേവനങ്ങൾ, ആനുകൂല്യങ്ങൾ, അറിയിപ്പുകൾ എന്നിവയെക്കുറിച്ച് മാത്രമായിരിക്കും വീഡിയോസുകൾ വരുന്നത്. ശ്രദ്ധിക്കുക, ഗവൺമെൻറ് സേവനങ്ങളും അറിയിപ്പുകളും എപ്പോൾ വേണമെങ്കിലും പുതിയ മാറ്റങ്ങൾ വരാം. നിങ്ങൾക്ക് ഏറ്റവും പുതിയ അറിയിപ്പുകൾ ലഭിക്കാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. ഫേസ്ബുക്കിലാണ് വീഡിയോ കാണുന്നതെങ്കിൽ ചാനലൊന്ന് ഫോളോ ചെയ്ത് ലൈക്ക് ചെയ്ത് കൂടി വെക്കുക. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ പേരിലാണ് ഓരോ കുടുംബത്തിനും 25 ലക്ഷം രൂപയുടെ സൗജന്യ ആരോഗ്യ ഇൻഷുറൻസ് കാർഡ് സർക്കാർ പ്രഖ്യാപിച്ചത്. അതിൻ്റെ പ്രാരംഭ നടപടികൾക്കായി ഇപ്പോൾ 10 കോടി രൂപയാണ് ഇപ്പോൾ അതിലേക്ക് മാറ്റിവെച്ചിട്ടുള്ളത്. ഓരോ കുടുംബത്തിനും 25 ലക്ഷം രൂപയുടെ സൗജന്യ ആരോഗ്യ ഇൻഷുറൻസ് എന്ന രീതിയിലായിരിക്കും ഇത് ലഭിക്കുക. എന്നാൽ ഇതിൻ്റെ പൂർണ്ണരൂപത്തിലുള്ള ഔദ്യോഗികമായ മറ്റു കാര്യങ്ങൾ ഇപ്പോൾ സർക്കാർ പ്രഖ്യാപിച്ചിട്ടില്ല. അത് വരും മണിക്കൂറുകളിലും വരും ദിവസങ്ങളിൽ മാത്രമാണ് നമുക്ക് മനസ്സിലാകുന്നത്. 25 ലക്ഷം രൂപ ഓരോ റേഷൻ കാർഡ് ഉടമകൾക്കുമായിരിക്കും ലഭിക്കുക. അതിൽ തന്നെ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ ലഭിക്കുമോ, അതുപോലെ തന്നെ ഗവൺമെൻറ് ഹോസ്പിറ്റലുകളിൽ എങ്ങനെയാണ് ഇതിൻ്റെ ഉപയോഗം ഉണ്ടായിരിക്കുക എന്നതിനെക്കുറിച്ച് ഇപ്പോൾ സർക്കാർ ഔദ്യോഗികമായി അറിയിച്ചിട്ടില്ല. ഇപ്പോൾ പദ്ധതി പ്രഖ്യാപിക്കുക മാത്രമാണ് ചെയ്തിട്ടുള്ളത്. ഓരോ കുടുംബത്തിനും പ്രത്യേകിച്ച് ഓരോ റേഷൻ കാർഡ് അനിശ്ചിതമാക്കി ഓരോ കാർഡ് ലഭിക്കുന്ന രൂപത്തിലായിരിക്കും ഇതിൻ്റെ നടപടി ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്. അത് വെള്ള, നീല റേഷൻ കാർഡുകളൊന്നും നോക്കാതെ തന്നെ എല്ലാ കുടുംബങ്ങൾക്കും ലഭിക്കുന്ന രീതിയിലായിരിക്കും ഇതിൻ്റെ ഉപയോഗം ഉണ്ടായിരിക്കുക. ഓരോ കുടുംബത്തിനും 25 ലക്ഷം രൂപയുടെ സൗജന്യമുള്ള ആരോഗ്യ ഇൻഷുറൻസ് ആയിരിക്കും ലഭിക്കുക. നമുക്കറിയാം, ഇപ്പോൾ തന്നെ കേന്ദ്ര സർക്കാരിൻ്റെ ഒരു ഇൻഷുറൻസ് ഉണ്ട്, RSBY കാർഡ്. അതിൽ ഓരോ കുടുംബത്തിലെ ഓരോ അംഗങ്ങൾക്കും 5 ലക്ഷം രൂപയുടെ ഇൻഷുറൻസാണ് ലഭിക്കുന്നത്. അതുപോലെ രൂപത്തിലുള്ള ഒരു കാർഡായിരിക്കും സർക്കാർ പുറത്തിറക്കുമെന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്. ഏതായാലും റേഷൻ കാർഡ് അനിശ്ചിതമാക്കിയായിരിക്കും ഇങ്ങനെയുള്ള എല്ലാ ഇൻഷുറൻസ് കാർഡുകളും പ്രവർത്തിക്കുക. അതുകൊണ്ട് തന്നെ റേഷൻ കാർഡിൽ എല്ലാ കാര്യങ്ങളും ഇപ്പോൾ റെഡിയാക്കി വെക്കുക എന്നതാണ് മാത്രമാണ് ഇപ്പോൾ നമുക്ക് ചെയ്യാൻ കഴിയുക. റേഷൻ കാർഡിൽ നമ്മുടെ പേരുകൾ കൃത്യമാണെന്ന് ഉറപ്പുവരുത്തുക. അതുപോലെ തന്നെ റേഷൻ കാർഡിൽ ഡേറ്റ് ഓഫ് ബർത്തുകൾ റെഡിയാണെന്ന് ഉറപ്പുവരുത്തുക. മരണപ്പെട്ടു പോയ ആളുടെ റേഷൻ കാർഡിൽ നിന്ന് പേരുകൾ ഒഴിവാക്കുക. നമ്മുടെ വീട്ടിലേക്കും മറ്റും വിവാഹം കഴിച്ചു വന്ന മറ്റു ആളുകളെല്ലാം റേഷൻ കാർഡിൽ ഉൾപ്പെടുത്തുക. 2 വയസ്സ് കഴിഞ്ഞ കുട്ടികളെ, ആധാർ കാർഡുള്ള കുട്ടികളെ നമുക്ക് റേഷൻ കാർഡിൽ ഉൾപ്പെടുത്താൻ സാധിക്കും. ഇങ്ങനെ റേഷൻ കാർഡുമായുള്ള ബന്ധങ്ങളെല്ലാ കാര്യങ്ങളും റെഡിയാക്കി വെക്കുക എന്നാണ് ഇപ്പോൾ നമുക്ക് ചെയ്യുന്നത്. വരും ദിവസങ്ങളിൽ തന്നെ ഇതിൻ്റെ ഔദ്യോഗികമായ അറിയിപ്പുകൾ, എങ്ങനെ ഇതിന് അപേക്ഷ സമർപ്പിക്കാം, ആർക്കെല്ലാമാണ് ലഭിക്കുക, ഏതെല്ലാം ഹോസ്പിറ്റലാണ് ലഭിക്കുക എന്നതിനെക്കുറിച്ചുമെല്ലാം വിശദമായി തന്നെ നമുക്ക് പ്രതിപാദിക്കാൻ കഴിയുമെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. ഇതുപോലത്തെ ഇൻഫോർമേറ്റീവ് ലഭിക്കാൻ ഇപ്പോൾ തന്നെ ചാനലൊന്ന് ഫോളോ ചെയ്ത് മറ്റു കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്ത് കൂടി വെക്കുക. ഇനി നമുക്ക് പുതിയ വീഡിയോസുമായി കാണാം. അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം.